ഫ്രണ്ട്സ്, ഇത് സ്ത്രീകളുടെ ശബരിമലയായ ആറ്റുകാൽ ദേവീക്ഷേത്രത്തിലെ വഴിപാടുകളാണ്. ഇതിൽ ഞങ്ങൾ ചെയ്ത 11 ഐറ്റം വഴിപാടുകളാണുള്ളത്. ഇത് വെള്ളച്ചോറാണ്. ഇതായിരിക്കുന്നത്. ഇത് കട്ടിപ്പായസം, ഇത് പയറ്, പിന്നെ ഇത് പാൽപ്പായസം, ഇത് നെയ്പായസം, പിന്നെ ഇത് രണ്ടും ഇരിക്കുന്നത് ഇടിച്ചു പിഴിഞ്ഞ പായസമാണ്. ഈ പാത്രത്തിൽ ഇരിക്കുന്നത് അരവണ പായസം, പിന്നെ മണ്ടപ്പുറ്റുണ്ട്, മോദകം, പിന്നെ ഇലയട. ഈ 11ാമത് ത്രിമധുരവും കൂടെ ഉണ്ടായിരുന്നു. ചീവേലി സമയം ആയതുകൊണ്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റിയില്ല. അത് ക്ഷേത്രത്തിൻ്റെ അകത്ത് നിന്നാണ് വാങ്ങിക്കേണ്ടത്. ചീവേലി സമയം ആയതുകൊണ്ട് നമുക്ക് അകത്ത് കയറാൻ പറ്റിയില്ല. ഇനി ഇത് കൂടാതെ ധാരാളം വഴിപാടുകൾ വേറെയും ഉണ്ട്. ദേവിയുടെ നടയിലെ പ്രധാന വഴിപാടെന്ന് പറയുന്നത് പൊങ്കാലയാണ് കേട്ടോ. ഉണ്ണിയപ്പം, തിരളി, അങ്ങനെ വേറെയും വഴിപാടുകൾ ഉണ്ട്. ആറ്റുകാൽ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് പൊങ്കാലയെന്ന് ഞാൻ പറഞ്ഞല്ലോ. സ്ത്രീകളുടെ ശബരിമല എന്നാണ് ഈ ക്ഷേത്രത്തെ അറിയപ്പെടുന്നത്. കുംഭമാസത്തിലെ പൂരം നാളിനാണ് ആറ്റുകാൽ പൊങ്കാല നടക്കുന്നത്. സ്ത്രീകൾ അടുപ്പ് കൂട്ടി അതിൽ പൊങ്കാല സമർപ്പിച്ച് ദേവിയെ ആരാധിക്കുന്നു. പിന്നെ മറ്റ് വഴിപാടുകളാണ് മുഴുക്കാപ്പ്, താലപ്പൊലി, കുത്തിയോട്ടം, പിന്നെ സാരി സമർപ്പണം, കുങ്കുമാഭിഷേകം, വെടിവഴിപാട്, വിളക്കുകെട്ട് ഇവയൊക്കെ. താലപ്പൊലി, കുട്ടികൾ ദേവിക്കായി താലമെടുക്കുന്ന വഴിപാടാണ് താലപ്പൊലി. പിന്നെ കുത്തിയോട്ടമുണ്ട്. കുത്തിയോട്ടത്തിന് കുട്ടികൾ വ്രതമെടുത്ത് ക്ഷേത്രത്തിന് മുന്നിൽ നൃത്തം ചെയ്യുന്ന വഴിപാടാണ് കുത്തിയോട്ടം. കുത്തിയോട്ടത്തിന് വ്രതമെടുക്കുന്ന കുട്ടികളെ ദേവിയുടെ പടയാളികളായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത്. അതുകൂടാതെ സാരി സമർപ്പണമുണ്ട്. ചുവന്ന പട്ടുസാരിയും സ്വർണ്ണത്താലിയുമാണ് സമർപ്പിക്കേണ്ടത്. മംഗല്യഭാഗ്യത്തിനാണ് ഈ വഴിപാട് നടത്തുന്നത്. അതുകൂടാതെ കുങ്കുമാഭിഷേകമുണ്ട്. ദേവിക്ക് ഇഷ്ടപ്പെട്ട വഴിപാടാണ് കുങ്കുമാഭിഷേകം. പിന്നെ വെടിവഴിപാടുണ്ട്. വെടിവഴിപാട് മറ്റു ഉപദ്രവങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നടത്തുന്നതാണ് വെടിവഴിപാട്. പിന്നെ ഉത്സവ സമയത്ത് വരുന്ന പ്രധാന വഴിപാടാണ് വിളക്കുകെട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ